പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധന 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 യേശുനാഥ. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുനാഥ. ഈശോയെ, ഈ പരിശുദ്ധ കാരുണ്യത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ചേർത്ത് വെക്കുകയാണ്. അമ്മയോടൊപ്പമുള്ള ഈ ആത്മീയ തീർത്ഥാടനത്തിന് കരുത്തു പകരാൻ ദിവ്യകാരുണ്യത്തിൻ്റെ അഭിഷേകത്തോടെ സ്വർഗത്തിൻ്റെ സമാനമായ പരിശുദ്ധ ബലിയുടെ സാന്നിധ്യത്തിൻ്റെ നിറവുള്ള അപ്പത്തോടൊപ്പം ഞങ്ങളിതാ യാത്ര ചെയ്യും. ഏത് മരുഭൂമി കടക്കാനും കരുത്തായ, ഏത് ജീവിതയാത്രയ്ക്കും ബലമായി മാറുന്ന ഈ ദിവ്യകാരുണ്യ സാന്നിധ്യത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നമുക്ക് നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പാടി പ്രാർത്ഥിക്കാം. നിൻ കരങ്ങൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. എല്ലാവരും ചേർന്ന് ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിലാനന്ദമേ. ആരാധന ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധന ആരാധന യേശുനാഥ. എല്ലാ കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന 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 യേശുനാഥ. ജീവിതാന്തസ് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധന 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 യേശുനാഥ. തകർന്ന ബന്ധങ്ങൾക്ക് തമ്പുരാന്റെ ഇടപെടലുണ്ടാകാൻ ആരാധന 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 യേശുനാഥ. ബന്ധങ്ങൾ തകർക്കുന്ന എല്ലാ മേഖലയിലും വിടുതൽ ലഭിക്കാൻ ആരാധന 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 യേശുനാഥ. നാം ജനിച്ച കുടുംബങ്ങൾ അനുഗ്രഹമാകാനായി ആരാധന 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 യേശുനാഥ. ഹല്ലേലൂയാ 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 യേശുനാഥ. വിശുദ്ധ ജോൺ മരിയ വിയാനി നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. ദൈവം ദൈവമായിരുന്നിട്ട് കൂടെ മനുഷ്യന് നൽകാൻ കഴിയുന്ന സമ്മാനങ്ങളിൽ ശ്രേഷ്ഠമായ ഒന്ന് നൽകി. അത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന എന്ന സ്വർഗത്തിൻ്റെ ശ്രേഷ്ഠ സമ്മാനത്തിൻ്റെ മുൻപിൽ കൂപ്പുകരങ്ങളോടെ പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പീറ്റർ ജൂലിനെയുമാറിൻ്റെ വാക്കുകൾ ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തും. ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയും ഏറ്റവും ഉന്നതമായ സൽപ്രവൃത്തിയുമാണ് പരിശുദ്ധ കുർബാന. അതിശ്രേഷ്ഠമായ പ്രാർത്ഥനയുടെ ഉന്നതമായ സൽപ്രവൃത്തിയുടെ മുമ്പിൽ എല്ലാം ചേർത്ത് വെച്ച് പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ സങ്കല്പിക്കാൻ കഴിയാത്ത സ്വാധീനമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിയ ജോൺ 23 മാർപ്പാപ്പയുടെ
പ്രാർത്ഥനകളും മാധ്യസ്ഥവും തേടി യാചിച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജപമാല ചൊല്ലി ഒരു വലിയ യുദ്ധത്തിലാണ് നമ്മൾ. ആയുധം ജപമാലയ, യുദ്ധോപകരണങ്ങളെക്കാൾ ശക്തമായ, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഏതു ജീവിതത്തെയും സ്വാധീനിക്കുന്ന സ്വർഗത്തിൻ്റെ ആയുധമായ പരിശുദ്ധയമ്മയിലൂടെ കാലങ്ങളായിട്ട് വിശുദ്ധരിലൂടെ കൈമാറിയ ജപമാല എന്ന ആയുധമേന്തിയുള്ള ഒരു ആത്മീയ യാത്ര നമുക്കിന്ന് ഏറെ പ്രത്യേകമായി കുടുംബ ബന്ധങ്ങളെ രൂപപ്പെടുത്താതിരിക്കാൻ പിശാചൊരുക്കുന്ന കെണിയിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബങ്ങൾ രൂപപ്പെടാതിരിക്കാൻ, വൈവാഹിക ബന്ധങ്ങളില്ലാതിരിക്കാൻ, ജീവിതം അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച് എന്തൊക്കെയോ നേടിയും നേടാത്തതിൻ്റെ നൊമ്പരങ്ങളുമായിട്ട് ഭാരപ്പെട്ടും താൽക്കാലിക സുഖങ്ങളിൽ മാത്രം കുടുങ്ങിയും അപകടപ്പെടുന്ന കാലത്ത് ഈശോയെ, ഞങ്ങൾ ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് കുടുംബങ്ങൾ രൂപപ്പെടാൻ തക്ക വിധമുള്ള സാധ്യതകളിലേക്ക് കൃപയൊഴുകട്ടെ. വിവാഹം തടസ്സപ്പെട്ട് കഴിയുന്നവരും, വിവാഹം വേണ്ടെന്ന് കരുതുന്നവരും, വിവാഹബന്ധത്തെ പല വിധത്തിൽ വൈകിപ്പിക്കുന്നവരും മാറ്റി നിർത്തുന്നവരുമൊക്കെ വലിയ ദൈവിക ഇടപെടലിലൂടെ ആ മേഖലകൾക്ക് വിശുദ്ധീകരണമുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ളവരൊക്കെ മനസ്സിലോർക്കണം. നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ പ്രിയപ്പെട്ടവരോ അങ്ങനെയൊക്കെയുണ്ട്. പ്രായം ഏറെയായിട്ടും വിവാഹം നടക്കാതെ, വിവാഹത്തിൻ്റെ ആഗ്രഹമില്ലാതെ ഒറ്റത്തടി പോലെ കഴിയുന്നവർ ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. അമ്മേ മാതാവേ, തിരുക്കുടുംബം പോലെ കുടുംബങ്ങൾ ഉണ്ടാവട്ടെ. നീതിമാനായ യോസേപ്പിനോടൊപ്പം കൃപ നിറഞ്ഞ പരിശുദ്ധി അമ്മയോട് ചേർന്ന് സ്വർഗത്തിൻ്റെ അനുഗ്രഹ അടയാളമായ ഉണ്ണീശോയോട് ചേർന്ന് ഒരു തിരുക്കുടുംബ സമാനതയിലേക്ക് ഞങ്ങളെ ചേർത്ത് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, നമ്മളൊരു ചെറിയ വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഈ അനുഗ്രഹത്തിൻ്റെ ഒക്ടോബർ മാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ കുടുംബ ബന്ധങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ട് അനുഗ്രഹീതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, ആധുനിക കാലഘട്ടത്തിൻ്റെ അനുഗ്രഹം ഒഴുകുന്ന സ്വർഗത്തിൻ്റെ സ്വപ്നമാണ് കുടുംബം. ദൈവം പറുദീസായിൽ സ്വപ്നം കണ്ടും വിശുദ്ധ യോഹന്നാൻ സുവിശേഷകന്റെ കാഴ്ചപ്പാടിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആദ്യ അത്ഭുതത്തോട് ബന്ധപ്പെടുത്തിയിട്ട് വളരെ മനോഹരമായിട്ട് പുതിയ നിയമത്തിൽ അവതരിപ്പിക്കുന്നതുമായ കുടുംബ ബന്ധങ്ങളുടെ മേഖല, വളരെ പ്രാധാന്യമുള്ള മേഖല, ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. കുടുംബങ്ങൾ പോലും, കുടുംബ ബന്ധങ്ങൾ പോലും രൂപപ്പെടാത്ത വിധം ഭാരപ്പെട്ടും ഭയപ്പെട്ടും നമ്മൾ കഴിയാണ്. അവിടെ ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, നമുക്കറിയാലോ ടീനേജിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു വളർച്ച അത് കുടുംബത്തോളം എത്തുമ്പോഴാണ്. ടീനേജിൻ്റെ ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റേജൊക്കെ മനഃശാസ്ത്രം പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരെയും ഒരു സ്ത്രീയിലേക്കും ഒരു പുരുഷനിലേക്കും ഒക്കെ വളർന്നു കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം ഒരു കുടുംബജീവിതം എന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന വിധം വിശുദ്ധിയോടും വിശ്വാസത്തോടും അഭിഷേകത്തോടും കൂടെ എത്തുന്ന സ്വർഗം സ്വപ്നം കണ്ട ഒന്ന്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞത്, കുടുംബങ്ങൾ രൂപപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പിശാചൊരുക്കുന്ന കെണിയിൽ നിന്നും നമ്മൾ മോചിതരാകണം. കുടുംബങ്ങളെ തകർക്കാനായിട്ട് പിശാചൊരുക്കുന്ന കെണികളെക്കുറിച്ച് നമ്മൾ ബോധ്യമുള്ളവരായിട്ട് മാറണം. ഓർക്കുന്നുണ്ട്, വെള്ളാങ്കണ്ണിയിൽ ഒരിക്കൽ തീർത്ഥാടനം പോയപ്പം അവിടെ ഒരു പോലീസുകാരനെ പരിചയപ്പെട്ടു. അദ്ദേഹം തൻ്റെ ജീവിതകഥ പറഞ്ഞത് മനസ്സിൽ തങ്ങി നിൽപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇടവകപ്പള്ളിയിൽ അനുഗ്രഹത്തോടുകൂടെയിട്ട് കല്യാണം ദേവാലയത്തിലൊക്കെ നടത്തി. ശരിക്കും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ സ്വന്തമാക്കിയത്
വേളാങ്കണ്ണിയിലെ ഈ തിരുനടയിൽ വന്നിട്ടാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യം ഞങ്ങൾ യാത്ര വന്നത് ഈ വേളാങ്കണ്ണിയിലെ തിരുനടയിലാണ്. ഇവിടെ വന്ന് അമ്മയുടെ മുമ്പിൽ അവിടുന്ന് 2 മാല വാങ്ങി ഞാൻ അവൾക്കും അവൾ എനിക്കും ഇട്ടു തന്നു. ഞാൻ ശരിക്കും എൻ്റെ വൈവാഹിക ജീവിതം ആരംഭിച്ചത് വേളാങ്കണ്ണിയിലെ പരിശുദ്ധി അമ്മയുടെ പുണ്യത്തിരുനടയിലാണെന്ന് ഒരു മധ്യവയസ്കൊക്കെ കഴിഞ്ഞ ഒരു പോലീസുകാരൻ തൻ്റെ ജീവിതക്കുറിപ്പ് പറഞ്ഞു. 25 കൊല്ലമായിട്ട് ആ മനുഷ്യൻ ആ വേളാങ്കണ്ണിയിലെ പരിശുദ്ധ അമ്മയുടെ പുണ്യതീർത്ഥ കേന്ദ്രത്തിലേക്ക് നടന്നു വരുന്നവനാണ്. ഇരിഞ്ഞാലക്കുട തൃശ്ശൂർ ഭാഗത്ത് എവിടെയാണ് വീട്. നോർത്ത് നോക്കിക്കേ. കുടുംബജീവിതം ആരംഭിക്കാനായിട്ട് സ്വർഗം സ്വപ്നം കണ്ട ഏറ്റവും സുന്ദരമായ ഇടം വേളാങ്കണ്ണിയിലെ തിരുനടയാണ് എന്ന് ചങ്കിൽ തട്ടിയ ബോധ്യമുള്ള ഒരു സാധാരണക്കാരൻ അങ്ങനെ ജീവിതം ആരംഭിച്ചതിൻ്റെ കഥയാണ്. പരിശുദ്ധയമ്മ ജപമാലയോട് ചേർന്ന് എന്നോടും നിങ്ങളോടും പറയുന്നുണ്ട്, കൃത്യമായിട്ടും സൂചിപ്പിക്കുന്നുണ്ട്. 12-ാം പീയൂസ് പാപ്പ പറയും, വിശുദ്ധ ജപമാല എന്ന പതിവ് സർവോപരി കുടുംബങ്ങളിൽ പരിപോഷിപ്പിക്കപ്പെടണം. പ്രതാപവതിയായ സ്വർഗറാണിയുടെ ബഹുമാനാർത്ഥമുള്ള സ്തുതിപ്പുകൾ ക്രൈസ്തവ കുടുംബ ബന്ധങ്ങളിൽ സായാഹ്നങ്ങളിൽ ആവർത്തിച്ചു മുഴങ്ങുന്നത് എത്ര മധുരമാണ്. വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. അപ്പോൾ പരിശുദ്ധയമ്മ സ്നേഹപൂർണയായ അമ്മയെപ്പോലെ തൻ്റെ മക്കളുടെ മധ്യേ സന്നിഹിതയായിരിക്കും. ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദാനങ്ങൾ ആ കുടുംബങ്ങളിൽ സമൃദ്ധമായി വർഷിച്ചുകൊണ്ട് മറിയം അവിടെ സന്തത സഹചാരിയായിരിക്കും. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് കൊന്ത ചൊല്ലിക്കൊണ്ട് കുടുംബജീവിതത്തെ ഒന്ന് അനുഗ്രഹമാക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പം ആ കുടുംബത്തിൻ്റെ സമാധാനമില്ലാതാവില്ല. അവിടെ സന്തോഷം കുറയാൻ അമ്മ അനുവദിക്കില്ല. അമ്മയുടെ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന കൊണ്ട് മുഖരിതമായ നമ്മുടെ പഴയ സായാഹ്നങ്ങളൊക്കെ എത്ര സുന്ദരമായിരുന്നോ. ഇടവകപ്പള്ളിയിൽ കുരിശുപണി അടിക്കുമ്പം ഒരു വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ മുഴങ്ങുന്ന പ്രാർത്ഥനകൾ മുഴുവനും വളരെ അനുഗ്രഹത്തിൻ്റെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും അതിൻ്റെ മറുപടിയുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രൈം ടൈം ഓഫ് ദ ഫാമിലി, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം ഇന്ന് മറ്റു പലതും ചാനലുകളായിട്ടും ചർച്ചകളായിട്ടും അങ്ങനെ മറ്റു പല മത്സരങ്ങളായിട്ടുമൊക്കെ കവർന്നെടുക്കപ്പെട്ടതിൻ്റെ നൊമ്പരം നമ്മൾ തിരിച്ചറിയുകയാണ്. അതുകൊണ്ട് ഫുൾട്ടൻ ജേഷി ബിഷപ്പ് പറയും, ഈ കുടുംബത്തെ തകർക്കുക എന്നത് വളരെ കൃത്യതയോടുകൂടിയിട്ട് പിശാച് പദ്ധതി ഒരുക്കുമ്പം നമ്മൾ സാങ്കേതിക വിദ്യയിലും ശാസ്ത്ര മികവിലുമൊക്കെ ആശ്രയിച്ചുകൊണ്ട് അതൊന്നും വെറുതെയാണ് എന്ന് പറയാൻ അപകടമാണ്. ഫുൾട്ടൻ ജേഷി ബിഷപ്പിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഈ ആധുനികതയുടെ അപകടമെന്ന് പറയുന്നത് മനുഷ്യൻ തന്നെ അവൻ്റെ നന്മയ്ക്ക് വേണ്ടി കണ്ടെത്തിയ സാധ്യതകളാണ്. അതിനെ ആത്മീയതയിൽ അനുഗ്രഹത്തിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ആ കെണിയിൽ പെട്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒക്ടോബർ മാസത്തിലെങ്കിലും ഓരോ കുടുംബവും തമ്പുരാൻ്റെ മുമ്പിൽ നിഷ്ഠയോടുകൂടിയിട്ടൊരു തീരുമാനമെടുക്കണം. നമ്മുടെ കുടുംബങ്ങളൊക്കെ സ്വർഗത്തിന് സ്വീകാര്യമായ, സ്വർഗം സർട്ടിഫൈ ചെയ്ത കുടുംബങ്ങളായിട്ട് മാറണം. മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ കുടുംബം സ്നേഹസമൂഹം എന്ന അപ്പസ്തോലിക പ്രബോധനത്തിൽ വളരെ കൃത്യതയോടുകൂടിയിട്ട് ഇങ്ങനെ പറയാണ്, സ്ത്രീയും പുരുഷനും ലൈംഗികതയിലൂടെ തങ്ങൾ പരസ്പരം സമർപ്പിക്കുന്നു. ഈ ആത്മദാനം അതിൻ്റെ പൂർണ്ണ സത്യത്തിൽ സാധ്യമാകുന്ന വേദി വിവാഹമാണ്. ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അത് വൈവാഹിക വേദിയാണ്. വിവാഹത്തിന് മുൻപും വിവാഹത്തിനപ്പുറവുമുള്ള അവിശുദ്ധമായ ബന്ധങ്ങളെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് അത് അരുതേ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മാർപ്പാപ്പ പറയാണ്, ഈ ബന്ധങ്ങൾ വിശുദ്ധമാകുന്ന പുണ്യവേദി അത് വിവാഹമാണ്. വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ, ബോധപൂർവം സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുത്തുകൊണ്ട് ദാമ്പത്യ സ്നേഹത്തിൻ്റെ ഉടമ്പടിയാകുന്ന വിവാഹത്തെ പരിപോഷിപ്പിക്കണം. പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെ മാർപ്പാപ്പയിലൂടെ കൃത്യമായിട്ടും സഭ നമ്മളോട് പറയാണ്, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് സ്നേഹത്തെ പങ്കുവെച്ചുകൊണ്ട് അനുഗ്രഹത്തോടുകൂടെ ജീവിച്ചാൽ ഈ കാലം, ഈ ലോകം ഇന്നു കടന്നു പോകുന്ന സങ്കല്പാതീതമായിട്ടുള്ള ഒരു പിടി അസ്വസ്ഥതകൾക്ക് പരിഹാര വഴിയായി അത് മാറും, അതിലേക്കെത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തോബിത്തിന്റെ പുസ്തകത്തിന്റെ 8:7 തോബിയാസ് തൻ്റെ വിവാഹരാത്രിയിൽ തൻ്റെ പ്രിയതമയോട് പറയുന്ന മനോഹരമായ വചനമുണ്ട്. ഞാനിവളെ സ്വീകരിക്കണത് ജഡികാഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്.
കുടുംബ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ ഒരു നിഷ്കളങ്കതയുടെ പ്രേമബദ്ധമായ അനുഭവത്തിൻ്റെ അടിത്തറമയിൽ പണിതുയർത്തി കഴിയുമ്പം അവിടെ പിശാചിന് ഇടവുണ്ടാവില്ല. ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറഞ്ഞു, ഒരുമിച്ച് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന കുടുംബങ്ങളെ, ജപമാല ചൊല്ലുന്ന കുടുംബങ്ങളെ പിശാചിന് ഭയമാണ്. സകല പൈശാചികതയെയും ബന്ധിക്കാനും അതിജീവിക്കാനും വേണ്ടിയിട്ട് ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലും നമുക്ക് ഓരോരുത്തർക്കും സ്വർഗം ഇങ്ങനെ അതിസുന്ദരമായ ഒരു ആയുധം, ജപമാല എന്ന ആയുധം തന്നിരിക്കുകയാണ്. ഒക്ടോബറിൽ നമ്മളൊരു വലിയ യുദ്ധത്തിലാണ്. അമ്മയാണ് നമ്മുടെ മുൻനിരയിൽ ജപമാല ഏന്തിക്കൊണ്ട്. നമ്മൾ ഈ അമ്മയുടെ പിന്നാലെ ജപമാല കരങ്ങളിലേന്തി വലിയ സ്നേഹത്തോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ കൊതിയോടെ നമ്മളൊരു തീർത്ഥാടനം ആരംഭിക്കുകയും തിരുസന്നിധിയിൽ നമുക്ക് കരങ്ങൾ കൂപ്പിയായിരിക്കാം. സ്നേഹത്തോടെ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കേ. ഈ പരിശുദ്ധ കുർബാനയിൽ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ കാക്കുന്ന എൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ പോലും പ്രാർത്ഥനാമലരുകളായി ഏറ്റെടുക്കുന്ന ഒരു തമ്പുരാനുണ്ട്. നമ്മൾ ഇന്ന് ജപമാലയിൽ പ്രത്യേകം ഈശോയെ, കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടാതിരിക്കാൻ പിശാചൊരുക്കുന്ന കെണിയിൽ വീണുപോയവരും വീഴാൻ സാധ്യതയുള്ളവരുമൊക്കെ വലിയ വിശുദ്ധീകരണത്തിന് ഈ ജപമാലയിലൂടെ കാരണമാവട്ടെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. എത്രയോ കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിൽ, എത്രയോ മക്കൾ യൗവനത്തിൽ തന്നെ ജീവിതം നഷ്ടപ്പെടുത്തും, വഴിതെറ്റി വഴിമാറിപ്പോകുന്നു. അരുതാത്ത സൗഹൃദങ്ങൾ കൊണ്ട് സ്വർഗം സ്വപ്നം കണ്ട, ദൈവം വിഭാവനം ചെയ്ത കുടുംബ ബന്ധ വഴികളെയൊക്കെ ഇല്ലാതാക്കുന്നു. ഈ അപകടത്തെ തമ്പുരാൻ്റെ കൃപയിൽ അതിജീവിക്കാൻ വേണ്ടി തുടർന്ന് ജപമാല ചൊല്ലി നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ നിയോഗങ്ങളെ മനസ്സിലോർത്ത്, തകർന്ന കുടുംബങ്ങളെ മനസ്സിലോർത്ത്, കുടുംബ ബന്ധങ്ങൾ പോലുമില്ലാത്ത അപകട സാഹചര്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല കരങ്ങളിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച്, അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമപ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാലയർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കും പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളും പുത്രനായ ദൈവത്തിന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ പ്രേമണവാട്ടിയുമായ പരിശുദ്ധയമ്മയെ ദൈവമാതാവേ, ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും വിശ്വാസം, ശരണം, ഉപവയന ദൈവിക പുണ്യങ്ങൾ വളർന്ന് വർദ്ധിച്ച് ഫലം ചൂടുവാൻ വേണ്ടി തിരുക്കുമാരനോടമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം രഹസ്യം, പരിശുദ്ധ കന്യകാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവത്തിൽ അറിയിച്ചുവെന്ന് നാം പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ ഈ രഹസ്യത്തിൽ വളരെ പ്രത്യേകമായി വിവാഹ ജീവിതത്തോട് പലവിധ കാരണങ്ങൾ കൊണ്ട് വിരക്തിയിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓരോ യുവതി യുവാക്കളെയും അനുഗ്രഹിക്കാൻ വേണ്ടി അമ്മ വഴി പ്രാർത്ഥിക്കാം. വിശുദ്ധ പാദ്രി പിയോ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: അമ്മയോടൊത്തെല്ലായ്പ്പോഴും ആയിരിക്കുക, അമ്മയെ സ്നേഹിക്കുക, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. കാരണം ഈ കാലഘട്ടത്തിലെ എല്ലാ തിന്മകൾക്കുമെതിരായ ആയുധം ജപമാലയാണ്. നമുക്കും വിശുദ്ധ പാദ്രി പിയോയോട് ചേർന്ന് ഒന്നാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ജപമാല നെഞ്ചോടു ചേർത്തുമല്ലേ തിരുനാമമന്ത്രങ്ങൾ ഉരുവിട്ടു ഞാൻ മരിയാമ്പികേ തവ നെഞ്ചിലൻ കഥനങ്ങളെല്ലാം ചേർത്തു വയ്പ്പു. ആവേ 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 മരിയ, ആവേ 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 മരിയ. വിവാഹ ജീവിതത്തോടുള്ള വിരക്തി മാറ്റുവാൻ എല്ലാ യുവതി യുവാക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ടാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഇളയമ്മയായ ഈശോ ഗർഭിണി വിവരം കേട്ടപ്പോൾ ആ പുണ്യവരെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നാം പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ വിവാഹാന്തസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും കടമയിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ജീവിക്കുന്ന യുവതി യുവാക്കളെ അനുഗ്രഹത്തോടെ ചേർത്ത് വയ്ക്കാം. 5 പിയൂസ് പാപ്പ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: ജപമാല വഴി ക്രൈസ്തവർ പെട്ടെന്ന് പുതിയ മനുഷ്യരായി തീരും. അപസിദ്ധാന്തങ്ങളിൽ നിന്ന് ഇരുട്ടില്ലാതാകും. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ പ്രകാശം കൂടുതൽ പ്രശോഭിതമാകാൻ തുടങ്ങും. നമുക്ക് ഈ 2ാം രഹസ്യം മാർപ്പാപ്പയുടെ ആ അനുഗ്രഹ വഴികളോട് ചേർത്ത് വെച്ചുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ. അമ്മേ അമ്മേ മാമരിയേ, എന്നീശോവാണൊരു ആലയമേ. അമ്മേ അമ്മേ നിൻ ഹൃദയേ എന്നെ ചേർക്കണമേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൂന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് തന്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബത്ലഹേം നഗരിയിൽ പാതിരാക്കി പ്രസവിച്ചൊരു തൊഴുക്കൂട്ടിൽ കിടത്തി എന്ന് നാം പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ വിവാഹബന്ധത്തോട് ചില തെറ്റിദ്ധാരണകൾ മൂലം അകലം പാലിക്കുന്ന എല്ലാ യുവതി യുവാക്കളിലേക്കും വിവാഹത്തിൻ്റെ ആഗ്രഹങ്ങളും അനുഗ്രഹ വഴികളും തുറക്കപ്പെടാൻ ഈ മൂന്നാം രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. ലയോ 13 മാർപ്പാപ്പ നമ്മളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. ജപമാലയുടെ മഹാകന്യക ക്രിസ്ത്യാനികളുടെ ഉറപ്പുള്ള സഹായമാണ്. അഗാധ തലങ്ങളുടെ ശക്തിയെ അത് വിറപ്പിക്കുന്നു. മാർപ്പാപ്പയുടെ ഈ ഓർമ്മപ്പെടുത്തലോട് ചേർത്ത് നമുക്ക് ഈ മൂന്നാമത്തെ രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അനയിക്കണമേ. യേശുവിൻ അമ്മേ മാതാവേ, അരുമസുതർക്ക് ആലംബമേ, ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരു കൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. 4-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ശുദ്ധീകരണ നാൾ വന്നപ്പോൾ ഈശോ മിശിഹായ ദൈവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുവെന്ന് നാം പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ വിവാഹത്തിന് തടസ്സമായി നിൽക്കുന്ന സ്വാർത്ഥതയും സുഖമോഹങ്ങളും ലൗകിക വ്യഗ്രതകളുമെല്ലാം പുത്തൻ തലമുറയിൽ നിന്നും മാറിപ്പോകുവാൻ ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കോ ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുക: കൊന്ത നമസ്കാരം പ്രചരിപ്പിക്കുന്ന വ്യക്തി ആരായാലും ആ വ്യക്തി രക്ഷപ്പെടും. വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കയോട് ചേർന്ന് കൊന്ത നമസ്കാരത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ രഹസ്യത്തിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ, അമ്മേ തിരുക്കച്ചയാൽ പൊതിയേണമേ, മാതൃസ്നേഹത്തിൻ നറുമണമെന്നിൽ തൂകേണമേ, അമ്മേ തൂകേണമേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ അവിടുത്തെ കാണാതെ അന്വേഷിച്ച് 3-ാം ദിവസം ദേവാലയത്തിൽ അവിടുത്തെ കണ്ടെത്തിയെന്ന് നാം പ്രാർത്ഥിച്ച് ധ്യാനിക്കുമ്പോൾ ഏറെ പ്രത്യേകമായി സമയത്ത് വിവാഹം നടക്കാതെ പലവിധ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെടുന്ന എല്ലാ യുവതി യുവാക്കളെയും വിവാഹാന്തസ്സിലേക്ക് ചേർത്തു പിടിക്കാൻ വേണ്ടി നമുക്ക് ഈ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാം. 9-ാം പീയൂസ് മാർപ്പാപ്പ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും: ജപമാല ചൊല്ലാൻ സന്നദ്ധമായ ഒരു സൈന്യത്തെ എനിക്ക് ലഭിച്ചാൽ ഞാൻ അവരിലൂടെ ലോകത്തെ പിടിച്ചെടുക്കും. ഈ സൈന്യമായി നമ്മുടെ പ്രാർത്ഥനകളും ചേർത്തു വെച്ചുകൊണ്ട് നമുക്ക് ഈ 5-ാം രഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട്
ഞങ്ങളോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. വിശ്വാസമോടെ ജപമാലയേന്തി അമ്മേ ഞങ്ങൾ വന്നിടുന്നു. ക്ലേശം തിങ്ങും ജീവിത വഴിയിൽ നാഥനെ തേടിടുമ്പോൾ ജപമാലരാജ്ഞി ഞങ്ങൾക്കെന്നും അഭയമായി തീർന്നിടണേ. ജപമാലരാജ്ഞി ഞങ്ങൾക്കെന്നും അഭയമായി തീർന്നിടണേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെ അമ്മ വഴി പ്രത്യേകമായിട്ട് ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ഓർക്കാം. കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടാൻ വേണ്ടി തടസ്സമായി പിശാചൊരുക്കുന്ന ഗണിയിൽ നിന്നും മോചനം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജപമാലയുടെ ലുത്തനിയ പ്രാർത്ഥനയോട് ചേരാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ദേവദൂതനായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, ശ്രീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കർത്തനായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന മിശിഹായെ കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവം പരിശുദ്ധത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ അപേക്ഷിക്കണമേ. പരിശുദ്ധ ജനനേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി എത്രയും അപേക്ഷിക്കണമേ. നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കളങ്കമറ്റ കന്യകയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിനെത്തം യോഗ്യയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്രഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിവേകൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗ്യയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവും അപേക്ഷിക്കണമേ. വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യസ്നോസാപുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിർമ്മലമുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ,
ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ അപേക്ഷിക്കണമേ. വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി ഉഷകാല അപേക്ഷിക്കണമേ. നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി രോഗികളുടെ അപേക്ഷിക്കണമേ. ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി പാപികളുടെ അപേക്ഷിക്കണമേ. സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ത്രീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി സകല അപേക്ഷിക്കണമേ. വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സർഗാരോപരിയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധമാളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മലസഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭൂലോക പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോക പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന ഭൂലോക കേൾക്കണമേ. പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണ്ണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യം നേരത്തെ ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതമായ കന്യക മാതാവേ, സകല ആപത്തുകളും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് നീ ഓർക്കണമേ. കന്യകകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കിയിട്ട് എൻ ജീവനേക്കാൾ ഈശോയെ നീ വലിയതാ. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ സങ്കടങ്ങളും നൊമ്പരങ്ങളും അറിയുന്നവൻ്റെ മുൻപിൽ ഈ കാലത്തിൻ്റെ വലിയ സങ്കടം നമ്മളൊന്ന് പങ്കുവെക്കുകയായിരുന്നു. കർത്താവേ, ഇവിടെ ഒരുപാട് യുവതി യുവാക്കൾ ഇന്ന് വിവാഹത്തിൽ എത്താതെ ഏറെ വൈകി വിവാഹിതരായി. ഇനി എന്തിനു ജീവിക്കണം? ആത്മഹത്യയിലേക്കും ആസക്തികളിലേക്കുമൊക്കെ അപകടകരമാവിധം എത്തി നിൽക്കുകയാണ്. ചങ്കുപൊട്ടുന്ന ഒരുപാട് മാതാപിതാക്കൾ, വലിയ വേദനയോടെ കഴിയുന്ന ഒരുപിടി കുടുംബങ്ങൾ. ആ കുടുംബങ്ങളെ മുഴുവനും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ അനുഗ്രഹീതമായ ജപമാലയിലും ആരാധനയിലും പങ്കുചേരുന്നവരെ, നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഓൺലൈനിലൂടെ ഈ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ നോക്കിയിട്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അറിവിലോ വിവാഹത്തോട് ബന്ധപ്പെട്ട് പിശാചിൻ്റെ കണിയിൽപ്പെട്ടു പോയവർ, ആ ചിന്ത വഴിമാറി ജീവിതത്തിൽ ജീവിക്കുന്നവർ, ഒരു അടിപൊളി ജീവിതം പോകുന്നത്രയും പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് വളരെ അപകടകരമായ ആധുനികതയുടെ വഴികളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കൂടപ്പറപ്പുകൾ, അയൽക്കാർ, നമ്മുടെ അറിവിലുള്ളവർ, നാം അറിയാത്തവർ, ഒരുപാട് ജീവിതങ്ങൾ, അവരെ മുഴുവനും ഈശോയുടെ സന്നിധിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയോട് പറഞ്ഞ്, എൻ ജീവനേക്കാൾ നീ വലിയവനാ ഈശോയെ. അവരുടെ സങ്കടങ്ങളെക്കാളും വേദനകളെക്കാളും നൊമ്പരങ്ങളെക്കാളും ഒക്കെ നീ വലിയവനാ. അവരെ മുഴുവനും ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് ഈശോയോട് പാടാം, സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ സ്നേഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കാളും നീ വലിയതാണെനിക്ക്. ഈശോയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന്, എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധന
ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് ജീവിതങ്ങൾ ഇന്ന് ജീവിതം എങ്ങനെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വെറുതെ സൗഹൃദത്തിനും ജീവിതത്തിൻ്റെ താൽക്കാലിക സുഖത്തിനും ക്ഷണികമായി നൽകുന്ന ആനന്ദത്തിലുമൊക്കെ അലഞ്ഞ് അപകടപ്പെട്ട് നിൽക്കുമ്പം പുതിയ കുടുംബങ്ങൾ രൂപപ്പെടുന്നില്ല. രൂപപ്പെടുന്നതൊക്കെ തകർച്ചയുടെ വക്കില. വലിയ ഭയത്തോടുകൂടെ നിൽക്കുക ഈശോയെ. ഓരോ മാതാപിതാക്കളും ഇങ്ങനെ പ്രാർത്ഥിക്കണം. എൻ്റെ കുഞ്ഞ് വിവാഹത്തോളം എത്തിയിട്ടും വിവാഹാന്തസ്സിലേക്ക് എത്തുന്നില്ലെങ്കിൽ ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ട് എൻ്റെ ഈ ഒക്ടോബർ മാസത്തിലെ പ്രാർത്ഥന വഴി, ത്യാഗസ്വരഭിലമായ ജപമാല വഴി ആ മകൻ്റെ മകളുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ മാറട്ടെ. ഈശോയെ, ഓരോ മാതാപിതാക്കളും തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ഈ ഒക്ടോബറിൽ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾക്കത് അനുഗ്രഹകരണമാകട്ടെ. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന യുവതീവാക്കളെ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കണം. ജീവിതാന്തസ്സിൻ്റെ പ്രത്യേകിച്ചും വൈവാഹിക ജീവിതത്തിൻ്റെ വഴിയിലേക്ക് എത്താതെ ജീവിതം നിരാശയിൽപ്പെട്ട് തകർന്ന് തരിപ്പണമാകുന്ന ഈ കാലത്ത് നമുക്ക് അനുഗ്രഹത്തോടെ തുടർന്നുമായിരിക്കാൻ നല്ല ബന്ധങ്ങൾ ഉണ്ടാവട്ടെ, നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവട്ടെ. ആധുനികതയുടെ അനുഗ്രഹമായി നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മാറട്ടെ. ഹൃദയപൂർവ്വം ഈശോയോട് പ്രാർത്ഥിക്കണേ. ഈശോയെ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഈ അഭിഷേകങ്ങളെല്ലാം മനസ്സിൽ പ്രാർത്ഥനയായി ചേർത്ത് വെച്ച് കർത്താവിൻ്റെ വലിയ കാരുണ്യമേ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒഴുകിയിറങ്ങിയിട്ട് പിശാച് ഏറ്റെടുത്ത കുടുംബ ബന്ധങ്ങളും പിശാചിൻ്റെ പിടിയിൽപ്പെട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ജഡിക പാപത്തിനും ലൗകിക മോഹത്തിനും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ സുഖം തേടിയുള്ള അന്വേഷണങ്ങളുടെ അലച്ചിൽ കഴിയുന്ന കുടുംബ ബന്ധങ്ങളെയൊക്കെ ഈ അൾത്താരയിലെ തമ്പുരാൻ ആശീർവാദത്തിലൂടെ വിശുദ്ധീകരിക്കട്ടെ. വിശുദ്ധ പാദ്രേപിയ പറഞ്ഞു, ലോകത്തിലെ മുഴുവൻ സന്തോഷങ്ങളും അനുഭവിച്ചുകൊണ്ട് 1000 വർഷം ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂറായിരിക്കണത്. മറക്കാതെ നമുക്കിത് മനസ്സിൽ കുറിക്കും. ലോകത്തിലെ മുഴുവൻ ആനന്ദങ്ങളും ആവോളം അനുഭവിച്ചുകൊണ്ട് 1000 ആണ്ട് ജീവിക്കുന്നതിലും എനിക്ക് പ്രിയങ്കരം ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ 1 മണിക്കൂർ ഇരിക്കണത്. ഈ ആരാധനയുടെ അവസാനത്തെ ആശീർവാദത്തിന് വേണ്ടി നാം ഒരുങ്ങുമ്പം ഹൃദയപൂർവ്വം നമുക്ക് ഈശോയോട് പറയാം, ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനകളും എല്ലാ നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആശീർവാദത്തിനായി നമുക്കൊരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യ